അൻസിബ ഒരു സാമൂഹിക വിപത്ത് എന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചു, ദുസ്സൂചനയോടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടിനി ടോമിനെ എങ്ങനെ അപമാനിക്കാനും അൻസിബയ്ക്ക് കഴിയും? നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഇരട്ടത്താവളാണ് അത് വ്യക്തമാക്കുന്നത്. ടിനി ടോം എന്ന പുരുഷനെ എങ്ങനെ അവഹേളിച്ചാലും അധിക്ഷേപിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. എന്റെ പൊന്നു രാഹുലീശ്വര, നിങ്ങളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, അത് വെറുതെ കൊണ്ടേ കളയരുതേ. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. പക്ഷെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാള് ജിഹാദി എന്നും മറ്റുള്ള എന്തൊക്കെയോ വിളിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പുരുഷ കമ്മീഷൻ വേണം, സംഭവം ശരിയാ. പക്ഷെ ആ ഒരൊറ്റ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തിനാ വെറുപ്പിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ജെനുവിനായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊന്നും സംസാരിക്കുന്നതും കാണുന്നില്ല. നേരെ തിരിച്ച് ഇതാ ടിനി ടോമിനെ അതായത് സെലിബ്രിറ്റികളെ സപ്പോർട്ട് ചെയ്താൽ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നുള്ളത് കാരണം കൊണ്ടാവും അല്ലേ? ഊളത്തരം എന്നാണ് എന്റെ പൊന്നു ചേട്ടാ ഇതിനെ പറയാ, ഊളത്തരം എന്നുള്ളത്. ദൃക്സാക്ഷിയായിട്ട് ഒരാളുണ്ട് ജിഹാദി എന്ന് വിളിച്ചതിന്. അവര് പരാതിയും കൊടുത്തിട്ടുണ്ട്. അവര് അമ്മ എന്ന നിങ്ങളുടെ ഈ ഏജൻസി ഇല്ലേ, അവർക്ക് പരാതിയും കൊടുത്തതാ. ഉളുപ്പ് പറഞ്ഞ സാധനം വേണം, ഉളുപ്പ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരാള് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നു. പിന്നെ ഒരാളുണ്ട്, അത് നമ്മളെ സ്വന്തം ലക്ഷ്മിപ്രിയ ചാച്ചി എന്നുള്ളതാണ്. എല്ലാം കണക്കാ. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ എന്ന് ചോദ്യം ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇയാൾക്ക് ഇതിൽ നേട്ടം എന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇതൊന്ന് കേട്ടു നോക്കി. ആലോചിച്ച് നോക്കുക. അമ്മ പോലൊരു ഓർഗനൈസേഷൻ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അമ്മ. അവയിൽ പരസ്പര എതിരഭിപ്രായങ്ങൾ കാണാം, ഗ്രൂപ്പിസം കാണാം, അതൊന്നുമില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ടിനി ടോം എന്ന പ്രഗത്ഭനായ കലാകാരനെ മനഃപൂർവ്വം സാമൂഹ്യ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനും അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും അൻസിബ ഒരുങ്ങുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പല ആൾക്കാരും അതിന് കൈയടിക്കുക. ടിനി ടോമിനെ സാമൂഹിക വിപത്ത് എന്നാണ് അൻസിബ വിശേഷിപ്പിച്ചത്. അങ്ങനെ തിരിച്ച് ടിനി ടോം വിശേഷിപ്പിച്ചാലോ അൻസിബ ഒരു സാമൂഹിക വിപത്താണെന്ന് അപ്പം ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗതികേടാണ്. അപ്പൊ ഗതികേടല്ലേ? സ്ത്രീ സംരക്ഷണ നിയമങ്ങളൊക്കെ നിനക്ക് അറിയുമോ എന്റെ പൊന്നു ചേട്ടായി? അപ്പൊ താങ്കൾ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവര് ഊളത്തരം കാണിച്ചാലും സവാദിനെ പോലുള്ള ആളുകളൊക്കെ പൂമാല ഇട്ട ഒരു ടീമല്ലേ? അങ്ങനെയാണ് പോകുന്നത്. ഞാനൊക്കെ വിചാരിച്ച് ജെനുവിൻ ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ളത്. ഇത് ഒരു കാര്യമില്ലാതെ ഈ ടിനി ടോമിന്റെ പിന്നാലെയൊക്കെ പോകുന്നു. അവര് നേരിട്ടൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? ഉപ്പ മരണപ്പെട്ടതാണ്, രണ്ടാനച്ഛനായിട്ടാണ് ഉള്ളത്. അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ ഊളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ ചേർത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെ ഊളത്തരം പറഞ്ഞു എന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. ആള് നേരെ അങ്ങ് വെളുപ്പിക്കാൻ ഇറങ്ങിക്കുകയാണ്. ആ സപ്പോർട്ട് ചെയ്യും, അൻസിബയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതിനൊരു കാരണം ഉണ്ടെന്നുള്ളതാണ്. വർഗീയതയെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അത് തന്നെ ലക്ഷ്മിപ്രിയയൊക്കെ പുണ്യാളത്തിയാക്കിയിട്ടാണ് ഈ ചങ്ങായി പറയുന്നത് കേട്ടോ. ഇയാളുടെ സമീപനം പലപ്പോഴും മുസ്ലിങ്ങളോട് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു സമീപന. പക്ഷെ അതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എന്നുള്ളതാ. ഓരോ നിമിഷവും ഇയാൾ വാക്ക് മാറുക. ഇപ്പൊ പുരുഷ കമ്മീഷൻ എങ്ങനെയെങ്കിലും വീണ്ടും ഹൈലൈറ്റ് ആവണോ, അതിന് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? ഊളത്തരാടോ ഊളത്തരം. ഇയാളെ എങ്ങനെയൊന്നും കരുതിയിട്ടില്ല കേട്ടോ. കാരണം ഈ വിഷയം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മണിക്കൂറുകളോളം അമ്മയിലെ പല ആൾക്കാരോടും സംസാരിച്ചു. എനിക്ക് അതിന്റെ ഒരുപാട് തെളിവുകളും അവർ അയച്ചു തന്നിട്ടുണ്ട്, അതിന്റെ വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട്, പ്രമുഖ താരങ്ങളുടെ പരസ്പരമുള്ള സംഭാഷണങ്ങൾ അവർ അയച്ചു. അതിന്റെ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന്റെ എല്ലാ സത്യങ്ങളും പറയുന്നില്ല, ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ, എന്തൊരു മനസ്സാന്ന് ആലോചിച്ച് നോക്കിയേ. അൻസിബക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവൂലല്ലോ അല്ലേ? താങ്കൾ ഈ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവൂല. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നല്ലേ, അത് പുറത്തു വിട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞില്ല, അത് പുറത്തു വിട്. അതൊന്നും പുറത്തു വിടാതെ ഞാൻ സംസാരിച്ചിരുന്നു എന്നിപ്പോ എനിക്കും പറഞ്ഞൂടെ? ഞാൻ ലാലേട്ടനോട് സംസാരിച്ചിരുന്നു, ലാലേട്ടനെ ഇതിലൊന്നും ഇടപെടണ്ട, അതൊക്കെ കോടതി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൂടെ എനിക്ക്? അപ്പൊ ഊളത്തരാണ് ചേട്ടാ, ഊളത്തരാണ്. നിങ്ങൾ ടിനി ടോമിനെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശബ്ദ സന്ദേശങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആള് പറഞ്ഞു എന്ന് നേരിട്ട് കണ്ട ആ ആളെ പോലും ഇയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം. ഒരു ദൃക്സാക്ഷിയോ അല്ലെങ്കിൽ കേട്ടതും കണ്ടതുമായിട്ടുള്ള ഒരു സാക്ഷി ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര പ്രാധാന്യമാണ് നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ. അതിനെപ്പോലും ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കണം. ഇതാണ് ആ വാർത്ത, മനോരമ കൊടുത്തിരിക്കുന്ന വാർത്ത. അപ്പോൾ പക്ഷേ അൻസിബയ്ക്ക് ഇത്രയും ഫ്രീ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെ അധിക്ഷേപിക്കാൻ കഴിയുന്നത് നമ്മുടെ നിയമ സംവിധാനം ലോപ്പ് സൈഡഡ് ആയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താ പറ്റിയത്? ശ്രീമതി ലക്ഷ്മിപ്രിയ, ശ്രീമതി അൻസിബ അല്ലെങ്കിൽ കുമാരി അൻസിബ, ഇവർ രണ്ടുപേരുമുണ്ട്. ഇതിലൊരു ഞാൻ ഡീറ്റെയിൽസിലേക്ക് പറയുന്നില്ല. എന്തായാലും ഈ സംഭവങ്ങൾക്കിടയിൽ അൻസിബ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ദുസ്സൂചനയോടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു ഇൻസിനുവേഷൻ, ഇനുവെന്തോ പറഞ്ഞ് ചില ഫോട്ടോകളെ കുറിച്ച് ദുസ്സൂചനയോടെ പരാമർശിച്ച് അൻസിബ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു. ആർക്കും ഞാൻ പറയുന്നില്ല, ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ഇത് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. പാവം ആ സ്ത്രീ, നല്ലൊരു കലാകാരി. ഈ യഥാർത്ഥത്തിൽ ഇരയായത് ആ സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാര്യം അവരാണ് കൂടുതൽ സത്യങ്ങൾ വെളി പറയുന്നത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പറയണ്ട, നമുക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ. ലക്ഷ്മിപ്രിയയാണ് കാര്യങ്ങളൊക്കെ പുറത്ത് പറയേണ്ടതെന്ന് പറയുന്നത്. എടോ, എന്റെ മൊബൈൽ ഫോണിന് ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് എന്റെ കയ്യിലാണുള്ളത്. എന്റെ ഫിംഗർ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യാറ്. എന്റെ ഫോണ് എന്റെ വീട്ടിലെ, ഇപ്പൊ അവർ പറഞ്ഞത് വീട്ടിലെ അമ്മയും കുഞ്ഞും മക്കളും എല്ലാവരും എടുക്കുന്ന പറഞ്ഞത്, ഭർത്താവ് അടക്കം എടുക്കുന്ന പറഞ്ഞത്. അതായത് സുതാര്യമാണ്, എല്ലാവർക്കും തുറന്നു നോക്കാന്നുള്ളത്. അങ്ങനെയല്ല എന്റെ ഫോൺ ഇരിക്കുന്നത്. എനിക്കൊന്നും ഒളിച്ചു വെക്കാനുമില്ല. പക്ഷെ അത് സാധാരണ നിലക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും കളവ് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ, വീണ് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ, ആളുകളൊക്കെ എടുത്ത് തുറന്നു നോക്കൂലേ? നമ്മളെ പല ഡാറ്റാസും പോകൂലേ? ലക്ഷ്മിപ്രിയ വീട്ടിൽ മൊബൈൽ ഫോൺ വെച്ചു, അതായത് ടിവിയിൽ കണക്ട് ചെയ്ത് വെച്ച പോലെ ഇരിക്കുന്നത്. ഭർത്താവ് ഫോൺ എടുത്ത് നോക്കിയത്രേ. എന്നിട്ടോ ഇനിയിപ്പോ ഈ അൻസിബ തന്നെ വേറെ വല്ല കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് ഒരു സ്ത്രീക്ക് അയച്ചു കൊടുത്തതാണെന്ന് വിചാരിക്കാം. ആ ഒരു സാധനം ഭർത്താവ് എടുത്ത് നോക്കിയില്ലേ? അപ്പൊ എന്ത് ഊളത്തരാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ?
ആളെടുത്ത് വായിച്ചു നോക്കുകയെ കാണുകയെ എന്തോ ചെയ്തിട്ടുണ്ട് അത്രേ. അത് വീട്ടിൽ വലിയ പ്രശ്നമായി എന്നാ പറയുന്നത്. ഈ ആരാ പറയുന്നത് നോക്കണം. ബിഗ് ബോസിലൊക്കെ ഇവരുടെ സ്വഭാവം ഞങ്ങൾ വ്യക്തമായി കണ്ടതാ, സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയില്ല. താങ്കൾ വിശ്വസിച്ചോളൂ. കാരണം പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരാളാണല്ലോ, പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണല്ലോ. എടോ, വീണ് കിടക്കുന്ന പാപം ചെയ്യാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. പക്ഷെ ടിനി ടോമിന്റെ വിഷയത്തിൽ ടിനി ടോം ഭയങ്കര ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾ, സ്വന്തം മകനെ അറസ്റ്റ് ചെയ്ത കേസൊക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പൊ അതിന് വല്ലാണ്ട് ന്യായീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അൻസിബയുടെ ഈ ദുസ്സൂചനയോടുള്ള മെസ്സേജ് അവരുടെ കുടുംബക്കാർ കണ്ടപ്പോൾ, ഭർത്താവ് കണ്ടപ്പോൾ അവർക്ക് പ്രശ്നമായി. അവർക്ക് അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ പോലീസുകാർ അൻസിബയെ വിളിച്ചു. അതിനാണ് അൻസിബയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത്, അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അൻസിബ അപ്പോൾ ഈ മെസ്സേജ് അയച്ച ആ സ്ത്രീക്കുണ്ടായ വേദനയോ അവർക്കുണ്ടായ വിഷമമോ അവരുടെ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ടോ അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. ഇല്ല, പ്രശ്നമല്ല. സംഭവം ശരിയാണ്, പ്രശ്നമല്ല. എന്റെ പൊന്നു ബ്രോ, മണിക്കൂറുകളോളം നിങ്ങൾ പല ആളുകളോട് സംസാരിച്ചു എന്ന് പറയുന്നില്ലേ. നിങ്ങൾ നീന കുറുപ്പിനെ വിളിച്ചിരുന്ന? ഇല്ലല്ല. നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ലേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി പുറത്ത് വിടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് വിട്. അല്ലാതെ നിങ്ങൾ ഒരാളെ വെള്ളപൂശാനായിട്ട് വർത്താനം പറയരുത്. ഒരു മനുഷ്യൻ പോലും ഇവിടെ അൻസിബയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും ലക്ഷ്മി പ്രിയയെ സപ്പോർട്ടും ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു കാര്യമല്ലേ, സോറി, ആ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവുന്നുള്ളതാ. അത് ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ആസിഫ് അലി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും ഒരു നീതി കിട്ടിയില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ പുറത്തു പോയി എന്നുള്ളത്. ആരാണ് ഇതിന് മുകളിൽ ഇരിക്കുന്ന ആളുകൾ? അപ്പൊ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല എന്റെ പൊന്നു ചേട്ടൻ. നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ കൊളം തോണ്ടല്ലേ എന്നേ പറയുന്നുള്ളൂ. ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് മതവും ജാതിയും എല്ലാം കുത്തിക്കേറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അൻസിബയെ ഏതെങ്കിലും രീതിയിൽ അൻസിബയെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ചതിന് എന്താ തെളിവുള്ളത്? ഞാൻ തെളിവുണ്ടെന്ന് പറയുന്നത് അൻസിബയുടെ തന്നെ ഗ്രൂപ്പിൽ നിൽക്കുന്ന മറ്റൊരു പ്രമുഖയായ നടി, എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ഒരു TV ഷോയിൽ ഉണ്ടായിരുന്നതാണ്. പ്രഗത്ഭയായ നടിയാണ്, ഒരുപാട് വർഷങ്ങളെ സീനിയർ ആയിട്ടുള്ള നടിയാണ്. അവർ കേട്ടു എന്ന് പറയും. അവർ കേട്ടു എന്ന് പറയുന്ന സാധനം, അവർ കണ്ടു എന്ന് പറയുന്ന സാധനം, താങ്കൾ എങ്ങനെയാണ് ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത്? താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? താങ്കൾ പറഞ്ഞ അതേ വാദം തന്നെ തിരിച്ചും പറയുകയാണ്. അവർ അൻസിബയുടെ കൂട്ടത്തിലുള്ള ആളാണെന്നുള്ളത്. അതെങ്ങനെയാണ് അൻസിബയുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് താങ്കൾ പറയുന്നത്? അൻസിബ ഇവിടെ പ്രശ്നം പറഞ്ഞതിന് ശേഷമാണ് അവർ കാര്യം പുറത്തു പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ അവർ കൃത്യമായി കൈപ്പടയിലും അതേപോലെ തന്നെ മെയിലിലും അയച്ചു കൊടുത്ത ഒരു വിഷയത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവർ രണ്ടാളും കൂട്ടത്തിലുള്ള സാധനമാണെന്ന് കൂട്ടിവെക്കാൻ കഴിയുന്നത്? ഇല്ല, ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. ഒരാൾ നോമ്പ് നോക്കുന്ന കൂട്ടത്തിൽ കയറി വന്ന് ഞാനും നോമ്പ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് മതപരിവർത്തനം നടക്കുന്നത്? ഇങ്ങനെ ഊളത്തരം പറയരുത് ചേട്ടാ, ഊളത്തരം പറയരുത്. അതായത് ഇത് രണ്ട് ഗ്രൂപ്പുകൾ നിൽക്കുകയാണ്. അതായത് ഒരു വശത്ത് കുക്കു പരമേശ്വരൻ അടക്കമുള്ളവരുടെ ചില ടീം, മറുവശത്ത് ശ്വേതാ മേനോൻ അടക്കമുള്ള ടീം. ഇവർ പണ്ടെല്ലാം ഒരുമിച്ചായിരുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കണ്ടാൽ പരസ്പരം തെറ്റിയതായിരിക്കും. യഥാർത്ഥത്തിൽ അമ്മ എന്ന വലിയ ഓർഗനൈസേഷനെ ഈ എന്താ പറയുക പരസ്പരം അടികളിലൂടെ പൊതുജന മധ്യത്തിൽ നിങ്ങൾ തന്നെ ഇകഴ്ത്തി കാണിക്കരുത്. നിങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മളെല്ലാം അമ്മയെ കാണുന്നത് ഒരു വലിയ മാതൃവാത്സല്യമുള്ള സംഘടനയായിട്ടാണ്. അതായത് ഇന്ത്യയിൽ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, തമിഴ് നടികർ സംഘമുണ്ട്, തെലുങ്കിൽ മായുണ്ട്, ഹിന്ദിയിൽ സിൻഡയുണ്ട്. ഇന്ത്യയിൽ അമ്മയുടെ അത്രയും നന്നായി പ്രവർത്തിക്കുന്ന മറ്റൊരു സിനിമാ സംഘടന ഉണ്ടോ എന്ന് സംശയമാണ്. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ, ഞങ്ങൾ കേട്ടില്ല കേട്ടോ. ചേട്ടാ, ഏറ്റവും നല്ല സംഘടനയാണ്. സംഭവം ശരിയാണ്, ഒരുപാട് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറെ പൊട്ടിത്തെറികൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ എങ്ങനെയാണ് ഒരു പുരുഷനെ മാത്രം സപ്പോർട്ട് സംസാരിക്കുന്ന വിഷയത്തിൽ? ആ സ്ത്രീക്ക് നേരിട്ട കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് അപമാനം ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ കൊടുത്ത കേസ് നിങ്ങൾ FIR ഒക്കെ നിങ്ങൾ വായിച്ചില്ലേ? ജിഹാദി എന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ദൃക്സാക്ഷിയും ഉണ്ട് എന്നുള്ളതാണ്. അതിനെ ഒന്ന് വളച്ചൊടിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റിമറക്കുന്നത് ശരിയല്ല. ടിനി ടോമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ, ആ കമന്റ് ബോക്സ് നിങ്ങളെ തന്നെ തുറന്നു നോക്കിയൊക്കെ മനസ്സിലാവുന്നുള്ളതാണ്. ദിലീപേട്ടന്റെ അടക്കം ശ്രീ ദിലീപിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ 2024 ഒരു മഹാസംരംഭം നടത്തിയെടുക്കാൻ നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ മലയാള സിനിമയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 110 പേർക്ക് 5000 രൂപ വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. അതായത് വർഷം 19 ലക്ഷം 60 ലക്ഷം രൂപയാണ് അമ്മ വെൽഫെയറിന് വേണ്ടി ചിലവാക്കുന്നത്. ഇൻഷുറൻസ്, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ അടിയുണ്ടാവും. അമ്പലത്തിൽ 75 ലക്ഷം രൂപ, അവിടെ നമ്മുടെ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ മേടിക്കാൻ തീരുമാനിച്ചു. 75 ലക്ഷം രൂപ, അപ്പോൾ 30 ലക്ഷം രൂപ കൊടുത്തു, ഇനി 45 ലക്ഷം രൂപ തരുമെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ എതിരഭിപ്രായങ്ങളോ അനുകൂല അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ പ്രശ്നം ഇതായി തീർക്കണം. പക്ഷേ സമൂഹത്തിൽ അപ്പോഴും ഒരു ഇരട്ടത്താപ്പ് നിൽക്കും. അൻസിബ അടക്കമുള്ള പ്രമുഖ കലാകാരികൾ മനസ്സിലാക്കണം. അൻസിബയിലെ ദൃശ്യത്തിലൂടെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ലാലേട്ടന്റെ മോളാണ്, അല്ലെങ്കിൽ അൻസിബയെ ചുറ്റിപ്പറ്റിയാണ് കഥ തന്നെ പോകുന്നത്. അൻസിബയെയും വരുണിനെയും ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. അപ്പോൾ അൻസിബ അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം, അൻസിബയെ സാമൂഹ്യ വിപത്തൊക്കെ ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അത് മറ്റൊരാളുടെ കുടുംബത്തിനും അയാൾക്ക് ഉണ്ടാക്കുന്ന മാനക്കേടും പ്രശ്നങ്ങളും താങ്കൾ ആലോചിക്കണം. താങ്കളെ തിരിച്ചങ്ങനെ വിളിച്ചാൽ താങ്കളെ രക്ഷിക്കാൻ നിയമം ഉണ്ടാവും. എന്നാൽ ഒരു കാര്യത്തിൽ ബഹുമാനം വഹിക്കുന്നു, അമ്മയിലാരും അൻസിബ അടക്കം ആരും ഈ സാധാരണഗതിയിൽ മറ്റൊരാണിനെ കൊടുക്കാനോ ആ ആണിനെ തളയ്ക്കാനോ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കാം അങ്ങനെ ആരും ഉന്നയിച്ചില്ല. അതിന്റെ ബഹുമാനം വഹിക്കുന്നു. കാര്യം ഒരുപാട് പുരുഷന്മാർക്കെതിരെ അങ്ങനെ വ്യാജാരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറ് അതെന്തായാലും വന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇത് വ്യാജമായിട്ടുള്ള ആരോപണമാണെന്നാണോ? അല്ലെങ്കിൽ അൻസിബ ഒരു ലൈംഗിക പീഡനം നടന്നു എന്നുള്ള ഒരു കള്ളപ്പരാതി കൊടുക്കണം എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് മഞ്ഞപ്പിത്തം പിടിച്ചൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാം മഞ്ഞായിട്ടാണ് കാണുന്നത്. ഇതാണ് കുഴപ്പം. ഒരു കാര്യത്തെയും അന്ധമായി വിശ്വസിക്കരുത് എന്നുള്ളത്. നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുക തന്നെ ചെയ്തോളൂ. പക്ഷേ അതിനിടയിലൂടെ ഇമാതിരി ഊളത്തരം വിളിച്ച് വിളമ്പരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ കമന്റ് ബോക്സ് ഞാൻ പറഞ്ഞതുപോലെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കും. ഒരു മനുഷ്യൻ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടിപൊളി.
ഏതെങ്കിലും ഒരു പുരുഷനെ പൊതുജന മധ്യത്തിൽ അധിക്ഷേപിക്കുന്ന ശരിയല്ല. അതിന് കുമാരി അൻസിബ പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കാര്യം സാമൂഹിക വിപത്തെന്നൊക്കെ ഒരു ആണിനെ പറയുമ്പോൾ ആണിന് പലപ്പോഴും തിരിച്ചു പറയാൻ കഴിയാത്തത് നമ്മുടെ നിയമത്തിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ആണിന് എന്തും ചെയ്യാന്നുള്ള ഒരു സാധനത്തിലേക്ക് ഞാൻ എല്ലാവരെയും നല്ലവരാണെന്ന് പറയുന്നില്ല, എല്ലാ സ്ത്രീകളും നല്ലവരാണെന്നോ എല്ലാ പുരുഷന്മാരും നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഇദ്ദേഹം മണിക്കൂറുകളോളം ആളുകൾ സംസാരിച്ചു എന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയയെ വിളിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ടിനി ടോം അങ്ങനെയുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ടാവുക. അവരുടെ ഭാഗം അവർ ന്യായീകരിക്കാൻ ശ്രമിക്കില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഭയങ്കര അടിപൊളിയാണ് ഈ ലക്ഷ്മിപ്രിയ എന്നുള്ളത്. അവരൊരു മനുഷ്യനെ പറ്റിച്ചിട്ടുണ്ട്. എത്ര 10-25 ലക്ഷം പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കണ്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഏതൊരു സിനിമക്ക് തിരക്കഥ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പണം പറ്റിച്ചു എന്ന സിനിമയുടെ ആളുകൾ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? വെറും ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ ടിനി ടോം അങ്ങോട്ട് വിളിച്ചിട്ട് ചൊറിയുന്ന ഒരുപാട് ഓഡിയോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഷോർട്ട് ടെമ്പർ, പെട്ടെന്ന് ബഹളം വെക്കുന്ന, പെട്ടെന്ന് ചൂടാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാന്നുള്ളതാണ്. ഇതൊക്കെ തെളിവായിട്ട് കോടതിയിൽ കൊണ്ടുവെക്കാനും കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ അമ്മ എന്ന സംഘടനയൊക്കെ നിയന്ത്രിക്കുന്നത് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡ് ആണെന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇരുന്ന് വെളുപ്പിച്ചോളൂ, ഞങ്ങൾക്ക് വെളുപ്പിക്കാനൊന്നും സമയമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി അൻസിബയുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തത് ആരാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത്. ഏകദേശം 10 വർഷത്തോളം തടവ് കിട്ടാൻ കഴിയുന്ന രീതിയിലുള്ള വകുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ജാമ്യം കിട്ടും, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജാമ്യം കിട്ടും, പുറത്തു വരും. കൊലപാതകം നടത്തിയ ആളുകളടക്കം, ഭയങ്കര വൃത്തികേട് കാണിച്ച ആളുകളൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതാണ് സംഭവം. ശരിയാണ്, ഈ സ്ത്രീക്ക് നീതി കിട്ടുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പൊ ഇതാ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളൊക്കെ ടിനി ടോമിന് വേണ്ടി സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നത് പണം കൊടുത്തിട്ടാണെന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു വിഷയം ചർച്ചയാവും. അപ്പൊ ഈ വിഷയത്തിൽ ടിനി ടോമിന്റെ ഭാഗത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് സംസാരിക്കാനോ ആളുകളില്ല. തീർച്ചയായിട്ടും തന്നെ അവർ കോൺടാക്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ സംസാരിച്ചിട്ടുള്ളത്. ഇത് സമ്പത്തിന് വേണ്ടിയിട്ടാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അടുത്ത ചർച്ചകൾ നിങ്ങൾ നോക്കിക്കോ, അതിൽ രാഹുൽ ഈശ്വർ ഉണ്ടാവും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ. അത്ര തന്നെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് റപ്പാൾ സൈനിങ് ഓഫ്.